ഞാനൊരു പാട്ട് കേൾപ്പിച്ചു തരട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. വല്ലാത്ത ആദ്യ പാട്ടാണത്. മുന്നൂറ്റി ബദരീങ്ങൾ അല്ലേ, അവർക്ക് പകരം ഞാൻ ഒറ്റയാളായിട്ടുണ്ട് എന്ന് മടവൂർ വലിയുള്ളാഹിയെക്കുറിച്ച് ഈ മനുഷ്യനിങ്ങനെ പാടുകയാണ്. ആരാണ് ഇയാളെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തവർ ഈ പാടി വെക്കുന്നത്? 313 ബദരീങ്ങളുടെ നേതാവാരാ? ഹബീബ് റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ഇനി വേണ്ട, മുത്തുനബിയെ കൂട്ടിയില്ല നോക്ക്. ഒരു വലിയ എത്ര വളർന്നാലും സ്വഹാബത്തിൻ്റെ ദർജയിലേക്ക് എത്തുമോ മോനെ? എത്തുമോ? എന്തെല്ലാം വിവരക്കേടുകളാണ് നിങ്ങൾ ഈ പാടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ച് മോശം ചിന്ത ജനങ്ങളിൽ ജനിപ്പിക്കാൻ ഇത്തരം പാട്ടുകൾ കാരണമാവൂലേ? ഇതൊന്നും തിരുത്തി കൊടുക്കാൻ ഇവരുടെ കൂട്ടത്തിൽ ആരുമില്ലേ? വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ. മുമ്പൊരാൾ പറഞ്ഞു മടവൂരാരാ പടച്ചോനാണോ? അതെ പടച്ചോനാണ് എന്നാണ്. എന്ത് മുട്ടമടി എടുക്കണ്ടേ ഇവനൊക്കെതിരെ? മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു എങ്ങാനും ഇവന്മാരി പാടുന്നത് അവരുടെ മുമ്പിൽ കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എത്ര വലിയ കുരുത്തക്കേട് കിട്ടുന്ന പാട്ടാണ് ഈ പാടി വെക്കുന്നത്. അത് അള്ളാൻ്റെ ഔലിയാക്കൾ തൃപ്തിപ്പെടുമോ? ഇത് അള്ളാൻ്റെ ഔലിയാക്കളുടെ ശത്രുക്കളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസുണ്ട്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ഇല്ലേ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതാണ്. എൻ്റെ വലിയനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, എൻ്റെ വലിയനെ നിസ്സാരമാക്കിയാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ഇത് ബിദ്അത്തുകാർക്ക് മാത്രം ബാധകമുള്ള സംഗതിയൊന്നുമല്ല. ഔലിയാക്കളുടെ ആളുകളാണ് ഞങ്ങളെന്നും പറഞ്ഞ് നടക്കുന്നവർക്കും ഇത് ബാധകമാണ്. കാരണം എന്താ? ഇവർ യഥാർത്ഥ ഔലിയാക്കളുടെ ആളുകളല്ല. ഔലിയാക്കളുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. CM വലിയുള്ളാഹിയായിട്ട് ഒരു ബന്ധമില്ല. ഉണ്ടായിരുന്നെങ്കിൽ CM വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ താറടിക്കില്ലായിരുന്നു എന്മാർ. ഇവർ മടവൂർ ശൈഖിനെ അങ്ങ് പൊക്കുക. ഇവന്മാർ പൊക്കിയിട്ട് വേണോ അവർ പൊങ്ങാൻ? അവർക്ക് അള്ളാഹു കൊടുത്ത വലിയ ദറജയുണ്ടല്ലോ. ഇനി ഇവർ ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കി എന്തെല്ലാമോ വിളിച്ചു പറയുന്നു. ഇതൊരിക്കലും മടവൂർ വലിയുള്ളാഹി തൃപ്തിപ്പെടില്ല. ആ മടവൂർ ശൈഖിൻ്റെ നാഥനായ നമ്മുടെ റബ്ബായ അള്ളാഹു റബ്ബുൽ ആലമീൻ തൃപ്തിപ്പെടൂല. അവൻ യുദ്ധം ചെയ്യുന്ന ആളുകളിൽ പെട്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.